ഡേ നമ്പർ 2 അല്ല, ആക്ച്വലി ഇതാണ് ഡേ നമ്പർ 1 തുടങ്ങിയിട്ടുണ്ട്. സിവൻ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് ബാഗെല്ലാം എടുത്തിട്ട് അക്കോമഡേഷനിൽ നിന്ന് വെക്കേറ്റും ചെയ്തു. ബട്ട് ഇത്തവണ വി ഹാവ് കമ്പനി. ഇതായിരിക്കുന്നു. ഇന്ന് തിരിച്ച് നമ്മൾ സോളിലേക്ക് തന്നെ പോകുന്നത്. അവിടെ ഇന്നത്തെ അക്കോമഡേഷൻ്റെ സ്ഥലത്തോട്ട് നമ്മൾ പതുക്കെ ചെല്ലി ബാഗ് വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അക്കോമഡേഷനിൽ കയറി അവിടെയാണ് നമ്മുടെ കിടപ്പിടം. പുള്ളി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ ബാഗ് ജസ്റ്റ് ഡ്രോപ്പ് ഓഫ് ചെയ്തു. വീണ്ടും നമ്മുടെ ബാക്ക് പാക്കിംഗ് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു നാംസാൻ സോൾ ടവർ. അതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് പാക്കിന് കുറച്ച് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഐ ഡോണ്ട് നോ. നാംസാൻ സോൾ ടവർ അത് മതി. ദിസ് ഇസ് സോൾ സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് നാംസാൻ സോൾ ടവറിലേക്ക് പോകാനായിട്ട്. ആ 5 ഗൈസിൻ്റെ റീൽ ഫേമസ് ആയില്ലേ? അതെ, ആക്ച്വൽ 5 ഗൈസ് ഇവിടെ കണ്ടുപിടിച്ച്. അതാണ് സ്ഥലം. ട്രെയിൻ പിടിക്കുന്നതെല്ലാം തീരുമാനിച്ചു. വി വിൽ ബി ടേക്കിംഗ് ദ ബസ് 402 403 എങ്ങാണ്ട് കയറി പോകണം. ഓ ദൈവമേ, ഇവിടെയൊക്കെ എന്തോ മേളമൊക്കെ. അതെ, എന്താ സംഭവം എന്ന് ആർക്കറിയാം. എനിക്കൊരു പിടുത്തമില്ല എന്താണ്. എൻ്റെ ചേച്ചി ഒരു ഗൂഗിൾ മാപ്പാണ്. ഇവിടെ എത്തിയപ്പോൾ നെയ്വർ മാപ്പായി. വഴിയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആർക്കും. ഈ വഴി പോയി അതെ 1 കിലോമീറ്ററാണ് മണ്ടയിലോട്ട്. പതുക്കെ സ്ലോ ആയിട്ട് കയറുക. നമ്മൾ വന്ന വഴി അതാണ്. അവിടെ താഴ്ത്തുനിന്നാണ് വന്നത്. ആൻഡ് വി ആർ ഗോയിങ് അപ്പ് ദെയർ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇറ്റ്സ് സ്റ്റിൽ സ്റ്റീപ്പ് ക്ലൈംബ്. അവിടെ പറയുന്നത് അതാണ് നാംസാൻ ടവർ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് കാണിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ, റോട്ടിൽ നോക്കി നടന്നില്ലെങ്കിൽ എൻ്റെ പല്ലു പോവും. അപ്പോൾ തിരിച്ച് ക്യാമറ ഫ്രണ്ടിലോട്ട്. സോ നമ്മൾ ഒരു വ്യൂയിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് അഗൈൻ ഇറ്റ്സ് നോട്ട് ദ സിറ്റി സൈഡിൽ നിന്ന് വരുന്നതല്ല, അല്ലാണ്ട് സീനിക് റൂട്ടിൽ കൂടെ. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇറ്റ്സ് വിൻഡി. നിങ്ങൾക്ക് കാറ്റ് മൈക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഞാൻ മറ്റേ മഫ് സാധനം ഇട്ടിട്ടില്ല, പക്ഷേ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. വീണ്ടും ഓട്ടം ടൈം അല്ലാത്ത കാരണം കൊണ്ട് ഇതിനൊന്നും ഇലയില്ല. ഇറ്റ്സ് വിൻഡ്. അതുകൊണ്ട് തന്നെ ഇലയൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഡെഡ്. അപ്പോഴത്തേക്കും നമ്മൾ വന്ന ടൈമിൽ ഇവിടെ മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് ഇറ്റ്സ് സ്റ്റിൽ ലൈക്ക് ഡെഡ്. ദാറ്റ്സ് അവർ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ടേക്ക് പോകാനാണ് നമ്മുടെ ഉദ്ദേശം. ഞാനപ്പോൾ അതൊക്കെ നടക്കാം. അവരവിടെ എത്തി. പക്ഷേ ഈ ഒരു റൂട്ടിൽ താഴത്തോട്ട് ഇറങ്ങിയുണ്ടല്ലോ, വീണ്ടും ഇത് സൈക്കിൾ റൂട്ടാണ്, ബസ് റൂട്ടാണ്, എല്ലാ സാധനവും പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ ബസ് സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ, അവിടെ ചെന്നിട്ടാണ് എത്തുന്നത്. ആക്ച്വലി ഈ വാക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അഗൈൻ സീനിക് റൂട്ടാണ്, നമ്മളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 80 വയസ്സൊക്കെ ഉള്ള അപ്പച്ചൻ ചുമ്മാ പുട്ടുപോലെ കയറി പോകുന്നതാ. പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഈ ശ്വാസം വലിക്കുന്നില്ല. പുള്ളി എന്നും ഈ മല കയറി ഇറങ്ങി കളിക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ അസുഖമുള്ള അപ്പച്ചനാ. അങ്ങനെ അസുഖമല്ല, എന്തോ തലയ്ക്കാൻ സുഖമുള്ള അപ്പച്ചനാ. പുള്ളി ചുമ്മാ കയറി ഇറങ്ങുന്നതാ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറുതെ അല്ലേ ഇവരെല്ലാം ഇങ്ങനെ പുട്ടുപോലെ ഇരിക്കുന്നത് കുറേക്കാരൊക്കെ. ഇത് ലൈക്ക് പാർക്ക്. അവിടെ പാർക്കുണ്ട്. വീണ്ടും റെക്രിയേഷണൽ ആക്ടിവിറ്റീസ്. ഇന്നലെ പോയിട്ട് ക്യാമറ മേടിച്ചില്ല. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫോണിൽ തന്നെയാണ്. അധികം ഷേക്കൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ഈ കയറ്റം കെട്ടി ജാക്കറ്റ് ഇട്ട് ഞാൻ വേർത്ത്. ബട്ട് ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ നാംസാൻ സോൾ ടവർ. നമ്മൾ ഇന്നലെ പോയ സ്ഥലം. നമ്മൾ ഇന്നലെ തന്നെ മണ്ടയിലാണ് കയറിയത്. മണ്ടയിലേക്കുള്ള കയറ്റം ഇസ് ലൈക്ക് വെരി 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 സ്റ്റീപ്പ്. അതുകൊണ്ട് മേളിൽ കയറുമ്പോഴത്തേക്കും ചാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെയുള്ള ലോക്കൽസ് എല്ലാം ചുമ്മാ പുട്ടുപോലെ കയറി പോകുന്നത് മണ്ടയിലോട്ട്. എൻ്റെ ബാക്ക് പാക്ക് ഇപ്പം നിറഞ്ഞൊരുമാതിരി പ്രഗ്നൻറ്റ് ചേച്ചിയുടെ വയറ് പോലെ ഇരിപ്പുണ്ടത്. കാണാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി എൻ്റെ കാലുകൾ അതറിയും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് കാലറിയും. നമ്മളിവിടെ സോൾ ടവർ പ്ലാസയുടെ അകത്ത് കയറിയിട്ടുണ്ട്. മുകളിലേക്കൊക്കെ ഇറ്റ്സ് എ ഫുൾ സ്ക്രീൻ.
എൽ ജിയുടെ OLED TV അത് ടാൻജീറോ. അത് എന്ത് സാധനം? അത് വാട്ട് ഇസ് ഇറ്റ്? ഫങ്കോ പോപ്പ് പോലത്തെ സാധനം. ഇവിടെ LGയുടെ 3D എക്സ്പീരിയൻസ് ഉണ്ട് ഫോർ ദ TVs. ഞാനത് ഫോണിലേക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് നോക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നോക്കിക്കാം. ഐ ഡോണ്ട് നോ ഇഫ് യു സീ ഇറ്റ് എസ് 3D. ഞാൻ ലെൻസിലാണ് വെച്ചേക്കുന്നത്. ഷുഗർ കെയിൻ വാക്സ് ആൽക്കഹോൾ. അതാണ് അവരിവിടെ വിൽക്കുന്നത്. ഷുഗർ കെയിൻ വാക്സ് ആൽക്കഹോളാണ് അവരിവിടെ വിൽക്കുന്നത്. ഈ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഞെക്കി എന്ത് പറ്റും നോക്കട്ടെ. HDLലേക്ക് ആഡ് ചെയ്ത് എന്ത് പറ്റും നോക്കട്ടെ. ഇത് HDL ആഡ് ചെയ്തപ്പോഴത്തേക്കും 2 സൈഡിൽ നിന്നും കൂടെ ഉള്ള കൊളസ്ട്രോള് വലിച്ചെടുത്തോണ്ട് പോയി. അത് കണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് തിന്നുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വി ബോട്ട് സം നൂഡിൽസ്. കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തു. കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. സെൽഫ് സർവീസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ സൈഡ് ഡിഷസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദർ വിസിറ്റിംഗ് സൈഡ് ഡിഷസ്. സോ ദറ്റ്സ് ദി പിക്കിൾഡ് റാഡിഷും അതും ഇതും ക്യാബേജും കുന്ത്രണ്ടും ആൻഡ് ദി പെപ്പേഴ്സ്. എന്ത് പറ്റിയെന്ന് ആണ് അല്ല സ്പൈസി പോർക്ക് എന്താണ്ട് സൂപ്പ്. വി ബോട്ട് ദ ഫിഷ് ഡംപ്ലിംഗ്. ഒരു പാക്കറ്റ് അരി അതിൻ്റെ അടുത്ത് കിട്ടും. ഇതാണ് ഞാൻ മേടിച്ചത്. ദിസ് ഇസ് ഓൾസോ എന്തോ പോർക്ക്. എന്താണെന്നും ചോദിക്കുന്നത്, പക്ഷേ അതാണ് മേടിച്ചത്. ഇവിടുത്തെ കടലട്ടോ ഇത് ഓരോന്നത്തിന് 6000 വോണാണ്. മേടിക്കണമെന്ന് ആലോചിച്ച് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് ഇതാണ് മേടിച്ചത്. സ്പൈസി നൂഡിൽസ് വിത്ത് പോർക്ക് അതാണ് ഞാൻ മേടിച്ചത്. മറ്റേ സൂപ്പ് ഈ സാധനമായിരുന്നു, ദി ഡംപ്ലിങ്സ്. ലൈക്ക് പെപ്പേഴ്സ്. ഇതാണ് ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദീസ് ആർ നൈസ്. നല്ല എരിവുണ്ട്. ഞാൻ നല്ല എരിവെന്ന് പറയുകയാണെങ്കിലും ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി സ്പൈസി. ഇത് കണ്ടോ ലവ് ലോക്സ് കെട്ടി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ ഓരോന്നും ഈ ലവ് ലോക്സാണ്. ഇതിവിടെ താഴെ എങ്ങനെ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ലവ് ലോക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആളാണ് ഇതേ ഇവിടെ പേര് എഴുതി തന്നെ വെച്ചിട്ടുണ്ട് മാർക്കറും കൊണ്ടൊക്കെ. ഇത് പ്രാന്തനാണാവോ. പക്ഷേ ഭയങ്കര കാറ്റാണ്, നല്ല തണുപ്പാണ്. വി ആർ ലൈക്ക് പ്രിറ്റി ഹൈ അപ്പ് ആസ് വെൽ. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഒറ്റയ്ക്ക് വന്നേക്കുന്ന കാരണം കൊണ്ട് ഇവിടെ ലോക്ക് ഇടാനോ കെട്ടി വെക്കാനോ ആയിട്ട് നമുക്ക് കൂടെ ആളില്ല. അതുകൊണ്ട് ഇത്രയും മാത്രം എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അതിൻ്റെ അകത്തുള്ള OLED സ്ക്രീന് സാധനങ്ങളൊക്കെയാണ് കണ്ട്. ലവ് ലോക്കിന് 12,000 കൊറിയൻ വോണാണ് ഞാൻ കണ്ടായിരുന്നു. അതും ഒരു ബിസിനസ്. ബട്ട് ദാറ്റ് വാസ് ദി ടവർ. നമ്മൾക്ക് ഈ സ്ഥലത്തിനോട് വീട് പറയാൻ സമയമായി. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് നമ്മുടെ ഹെയർ പ്ലേസ് ഒരു നമ്മൾ ഹെയർ സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. നോക്കട്ടെ അവിടെ ഇനി എന്താണെന്ന്. 5:30 അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 3 മണിയായി. ഇവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് പോകണം. നോക്കട്ടെ. അപ്പോൾ കിങ് തിയേറ്ററിൽ നിന്നും പോണ ആൾക്ക് കൊറിയൻ ഡ്രാമ കണ്ടേക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു റോഡും ഈ ഒരു പ്രതിമയും ആ ഒരു ഗേറ്റും സാധനങ്ങളെല്ലാം ഓർമ്മയുണ്ടാകും. കാരണം ഇവിടെയാണ് മറ്റേ ലീ മിൻ ഹോ പോർട്ടൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സ്ഥലം കേട്ടോ. ഇതുപോലെ കുറേ ഡ്രാമ റെഫറൻസസ് ഉള്ള ലൊക്കേഷൻസ് കാണാൻ പറ്റും. എന്താണെങ്കിലും കൊറിയയിലാണല്ലോ വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അതിൻ്റെ റെഫറൻസസ് സാധനങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും. ദിസ് ഇസ് ലൈക്ക് ഒരു ന്യൂയോർക്ക്
മറ്റേ സെൻറ്റർ പോലെയാണ് ഫുള്ള്. ഇറ്റ്സ് ലൈക്ക് ബസ്ലിംഗ് ആൻഡ് ലോട്ട് ഓഫ് ട്രാഫിക് ആൻഡ് സ്റ്റഫ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ദർ ഈസ് എ സ്മോൾ ബിറ്റ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ ക്രോസ് ചെയ്യട്ടെ, നമ്മുടെ ചേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഹെയർ പ്ലേസ്. ദറ്റ്സ് എക്കോ ജോർഡൻ ബൈ പാർക്ക് ജുൻ. ാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ നമുക്കൊരു 1.5 മണിക്കൂറുണ്ട് അവിടുത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. യോഗി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒലിവിയങ്കിൽ കയറി കുറച്ച് അതും സാധനങ്ങളൊക്കെ മേടിച്ചു. ലൈക്ക് ഫേസ് മാസ്കും 3 കുട മേടിച്ചു. കുട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ്സ് ലൈക്ക് 10,000 won ഒരെണ്ണത്തിന്. എന്ന് പറഞ്ഞിട്ട് 10,000 won എന്ന് പറഞ്ഞാൽ 500 അറിയും. എന്താണെങ്കിൽ അത് മേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും അവിടെ 3 ഫ്ലേവേഴ്സ് ഓഫ് കൊറിയൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കടയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഹെയർ പ്ലേസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴി ഇവിടെ നിന്ന് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ഹെയർ സ്പാ ആണ് സ്ഥലം. ഓ ദൈവമേ, ഇറ്റ്സ് ഫിൽഡ്. നല്ല പുകച്ച് കഴിഞ്ഞു. അതാണ് പുക മെഷീൻ. പുകച്ച് കഴിഞ്ഞു. പുള്ളിക്കാരത്ത് പറഞ്ഞത് ഡെഡ് സ്കിൻസ്, അതാണ് ഡെഡ് സ്കിന്നാണ് സ്കാൽപ്പിലുള്ളത്. ഇറ്റ് ഈസ് ഇൻഫ്ലെയിംഡ്, വെരി സെൻസിറ്റീവ്, ഇൻഫ്ലെയിംഡ് ആൻഡ് പോറുകളൊക്കെ അടഞ്ഞിരിക്കുന്നു. തുറക്കണം, ഡ്രൈ സ്കിന്നിനെ കളയണം, പിന്നെ ഇൻഫ്ലെയിം ചെയ്ത് അത് തണുപ്പിക്കണം. അതാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടിയാണ് 18 സ്റ്റെപ്പാണ്. 18 സ്റ്റെപ്പ് എടുക്കുക. എന്നിട്ട് 3 സ്റ്റെപ്പ് എന്തോ ബാക്കി ചെയ്യണം. ആ പരിപാടി കഥ നമുക്ക് റിവ്യൂ ചെയ്തിട്ട് സാമ്പിൾ പാക്ക് കിട്ടി, സെറ്റായി. ഞം 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 ഞം. ഡിന്നറിനുള്ള സൈഡ് ഡിഷസ് സോജു. അത് ഇവിടുത്തെ ട്രഡീഷണൽ നമ്മുടെ തണ്ണി, ദാറ്റ് ഇസ് ബിയർ. നമുക്ക് ഈ പരിപാടിയില്ല, ആ കാരണം കൊണ്ട് തന്നെ അവർ കുടിക്കും, നമ്മൾ എൻജോയ് ചെയ്യും. ഇറ്റ്സ് അറൗണ്ട് 1 വിത്ത് ദി ഇത് ഗിസേർട്സ്. അപ്പോൾ ഞാൻ പരിപാടി നോക്കട്ടെ. ആൻഡ് ഫുഡ്. അതാ, എനിക്ക് ആ വലിയ പാത്രം വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയല്ലേ മറ്റേ അപ്പോൾ 1, 2 and 3. സോ ദിസ് ഇസ് എ മൈൽഡ് വൺ, ബ്രോസ്റ്റഡ് പോലെ. ദിസ് ഇസ് കുറച്ചും കൂടെ കൂടിയത്. നമ്മുടെ ഡിന്നർ കഴിച്ച സ്ഥലമാണ്. ആ 21,000 3 ചിക്കൻ തിങ്ങാണ് നമ്മൾ കഴിച്ചത്. ഇതാണ് സ്ഥലം, അതാണ് സ്ഥലം. ഭയങ്കര സന്തോഷം.